ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തൈരും മുളകിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് വെച്ചിരുന്ന് നമുക്കിത് കൂട്ടാനായിട്ട് കഴിയും. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു അച്ചാർ മാത്രം മതിയാകും, വേറെ ഒന്നും തന്നെ വേണ്ട. നമുക്കിങ്ങനെ വെച്ചിരുന്ന് കഴിക്കുമ്പോൾ ഈ മുളകിനകത്ത് എരിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 10-12 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് 2 പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എണ്ണയിൽ മൂപ്പിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാതിരിക്കും. അതുപോലെ തന്നെ ഇതിൽ തൈരിൻ്റെ പുളിയും ഉപ്പും ഒക്കെ നല്ലതുപോലെ ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി ഞാനിവിടെ അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ജാറിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഒഴിക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് പിരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരു ജാറിനകത്തോട്ട് നമുക്ക് എത്രയാണോ തൈര് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൈര് എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഈ തൈരൊന്ന് ലൂസായി കിട്ടും. ഇപ്പം ഞാൻ മൺചട്ടിയിലാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൊച്ചുള്ളി ഇട്ട് കൊടുത്തില്ലെങ്കിലും സാരമില്ല, ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. ഇനി ആ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പച്ചമുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചമുളക് പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മൂടിയിട്ട് അടച്ച് വെച്ചിട്ട് മൂപ്പിക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ടക്കായം ഒന്നും ചേർക്കാൻ പാടില്ല, കായപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ആ ജാറിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റവ് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇത് തിളച്ച് പോകാൻ പാടില്ല. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ചട്ടി നല്ല ചൂടായിരിക്കും. അപ്പം സ്റ്റവ് ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തിളച്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ടിട്ട് ഇത് നല്ലപോലെ തയ്യാറാക്കി കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് വരെ നമുക്ക് കേടായി പോകത്തില്ല, വെച്ചിരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് വെക്കുന്ന ദിവസം കഴിക്കാതെ പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. മുളകിൽ നല്ലതുപോലെ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.